ഇനിയും അർജുൻ്റെ ലോറി കണ്ടെത്തുക, അർജുനെ കണ്ടെത്തുക എന്നതടക്കമുള്ള അതിനിർണായകമായ കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. വലിയ വലിയ തെരച്ചിലുകൾ, എല്ലാ സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള പലവിധമായ തെരച്ചിലുകൾ നടത്തിയിട്ടും ഒരു തരത്തിലും അത് അർജുനിലേക്ക് എത്താത്ത ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇത്തവണ കുറച്ചുകൂടി ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ തരത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ടതാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഓരോ മേഖലയിലും കടന്നു ചെന്ന്, വലിയ തോതിൽ കടന്നു ചെന്ന് ഏറെ ദുഷ്കരമായ ആ ദൗത്യത്തിന് ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് അതിനെ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ എന്ന് വേണം മനസ്സിലാക്കാൻ. അവർ സ്വമേധയാ തയ്യാറായി വരികയായിരുന്നു, ദൗത്യസേനാംഗങ്ങളോട് സംസാരിക്കുകയായിരുന്നു. തങ്ങൾക്ക് പരിചിതമായ സ്ഥലമാണ്, ഒരുപക്ഷെ കരയേക്കാളും പരിചിതം അവർക്ക് വെള്ളത്തിലായിരിക്കും. അവർ ഈ പറഞ്ഞതുപോലെ മത്സ്യബന്ധനത്തിന് പോകുന്നവരാണ്, ആഴക്കടലിൻ്റെ ആഴങ്ങളിൽ പലപ്പോഴും ഇത്തരം തെരച്ചിലുകൾ നടത്തുന്നവരാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ അവർക്കുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അവർ ഈ ദൗത്യം പൂർത്തീകരിക്കും എന്നുള്ള വലിയ തോതിലുള്ള ആത്മവിശ്വാസം കൂടി നമുക്ക് വല്ലാതെ ഉണ്ടായിപ്പോകുന്നു. അത്രത്തോളം പ്രധാനമാണ് അവരുടെ ഓരോ നീക്കവും എന്നുള്ളതാണ്. നമുക്ക് കാത്തിരിക്കാം ഏത് തരത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. വിനേഷ് കുമാർ കൂടിയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. വിനേഷ്, എന്താണ് ഏറ്റവും പുതിയ വിവരം? ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മൾ നേരത്തെ ദൂരെ നിന്ന് കാണുന്നതാണ്, അതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു കാര്യം പങ്കുവെക്കാനുണ്ടോ? രഞ്ജിത്ത്, ഇപ്പോൾ നമുക്ക് ലഭിച്ച ഏറ്റവും പുതിയ വിവരം അനുസരിച്ചാണെങ്കിൽ ഇവർ നങ്കൂരമിടുന്നു, അതിനുശേഷം മുകളിലേക്ക് വരുന്നു. പക്ഷേ ഇവർക്ക് ലോറിയിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം അടിയിൽ നല്ല ചെളിയുണ്ട്, അതുപോലെ തന്നെ കലങ്ങിയ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ 3-4 തവണയായി അവർ അതേ ശ്രമം തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. എന്തായാലും മൺകൂന നിൽക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ അവർ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഈ ഡൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് വീണ്ടും അവർ മുങ്ങുന്നു, അതിനുശേഷം പൊങ്ങി വരുന്നു. പക്ഷേ പിന്നെ അത് കഴിഞ്ഞ് അവർക്ക് ഈ ലോറിയിലേക്ക് എത്താൻ ഈ സംഘത്തിന് കഴിയുന്നില്ല. അതായത് മാൽപേ ഈശ്വർ സംഘത്തിന് ലോറിയിലേക്ക് എത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ 1 മണിക്കൂറിലധികം സമയമായി അവർ അതേ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. കാരണം നേവി ഉൾപ്പെടെ പിന്തിരിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ വൈദഗ്ധ്യം നേടിയവരാണെങ്കിൽ പോലും അവർക്ക് ഇതിന് കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ഇതോടുകൂടി അവശേഷിക്കുന്നുണ്ട്. എന്തായാലും അവർ ഇപ്പോഴും ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു. ലോറി നിൽക്കുന്ന സ്ഥലം, അതായത് ഈ ചെളിയിൽ പുതഞ്ഞു നിൽക്കുന്ന ലോറി, ഒപ്പം തന്നെ ഈ മൺകൂനയുണ്ട്, ചെളി വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ഈ ലോറിയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. കാരണം ഈ ചെളിവെള്ളത്തിൽ മുങ്ങി ഈ ഒരു ഓപ്പറേഷൻ നടത്തുക എന്നുള്ളത് വലിയ സങ്കീർണവും ഒപ്പം തന്നെ ദുഷ്കരവുമായ ഒരു ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു, അതിനുശേഷം പൊങ്ങി വരിക എന്ന് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. മത്സ്യത്തൊഴിലാളികൾക്കും അവരവരുടെ പരമാവധി ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നേരത്തെ നാവികസേന അനുഭവിച്ച സമാനമായ പ്രതിസന്ധി, അതായത് ശക്തമായ കുത്തൊഴുക്ക്, ചെളിവെള്ളം ഏതാണ്ട് വലിയ തോതിൽ അങ്ങോട്ട് കുത്തി ഒഴുകി പോകുന്ന പശ്ചാത്തലം, ഈ നേരത്തെ പറഞ്ഞ പോലെ 7-ന് മുകളിൽ ഉള്ള ഒരു വേഗം, വെള്ളത്തിൻ്റെ ഒരു വേഗം, മനുഷ്യ സാധ്യമായ തരത്തിലല്ല ഇത്തരത്തിൽ ഇവിടേക്ക് ഇറങ്ങുക, പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുക എന്നതാണ്. നമുക്കപ്പോൾ അവരുടെ എഫേർട്ടിനെ നമുക്ക് കുറച്ച് കാണാൻ സാധിക്കില്ല. അവരൊരു പക്ഷേ പരമാവധി അവർ നോക്കിയേക്കാം, ഇനിയും അവർ പരമാവധി ശ്രമിച്ചേക്കാം. കാരണം അത്രത്തോളം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവരിവിടെ എത്തുകയും ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം, എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെച്ചം ഈ തെരച്ചിൽ ഉണ്ടാകും എന്ന് തന്നെ കരുതേണ്ടി വരും. അങ്ങനെ വേണം ഇത്തരം കാര്യങ്ങളെ ഒന്ന് വ്യാഖ്യാനിക്കാൻ. അപ്പോൾ നമ്മൾ കാത്തിരിക്കണം. ഒരുപക്ഷെ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് വേണ്ടി വന്നേക്കാം, ഒരുപക്ഷെ നാളെയും ഈ ദൗത്യം തുടർന്നേക്കാം. അങ്ങനെ ഓരോ സമയത്തും ഇന്നും ഇവരുടെ പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഈ പ്രധാന സ്ഥലത്ത് സ്പോട്ട് 4-ൽ അവരുണ്ട് എന്നുള്ളതാണ്. ഈ സ്പോട്ട് 4-ൽ അവർ കൃത്യമായ തരത്തിലുള്ള തെരച്ചിലുകൾ നടത്തുകയും അവർ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെയുള്ള നേവിയുടെ അടക്കം മുങ്ങൽ വിദഗ്ധരുടെയൊക്കെ സാന്നിധ്യം ഇവർക്കൊപ്പം ഉണ്ട്. ഇവർ ആ തരത്തിൽ തന്നെ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അവരുടെ കൂടി സഹായത്തോടെ സംയുക്തമായ ഒരു ഓപ്പറേഷൻ ആണിപ്പോൾ പുരോഗമിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. സൈത്ത്, അപ്പോഴും ഈ പറഞ്ഞ വിനേഷ് പറയുന്നതനുസരിച്ച് ഈ ഒഴുക്ക് ഒരു പ്രശ്നമാണ്. ഒഴുക്കിൻ്റെ ഇടയിൽ അവർ ഇറങ്ങുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി കടന്നു വരുന്നുണ്ട്. തീർച്ചയായും അതൊരു വെല്ലുവിളിയാണ്. കാരണം പുഴയിലെ കുത്തൊഴുക്ക്, ആ കുത്തൊഴുക്കിനെ മറികടന്നുകൊണ്ട് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പുഴയിലേക്ക് എത്ര കണ്ട് ഇറങ്ങിച്ചെല്ലാൻ കഴിയുമെന്നതാണ്. എന്തായാലും
ദൗത്യം വിനേഷ് സൂചിപ്പിച്ചതുപോലെ അവർക്ക് ഈ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന ലോറിയുടെ അടുത്തേക്ക് എത്താൻ തടസ്സമുണ്ടാവും. സ്വാഭാവികമായും വലിയ ചെളിയുടെ സാന്നിധ്യം അവിടെ ഉറപ്പാണ്. കാരണം നമുക്ക് കാണാം ആ മൺതിട്ട അവിടെ അങ്ങനെ രൂപപ്പെടണമെങ്കിൽ ആ പുഴയിൽ നിന്നും കൊലിച്ചിറങ്ങിയ അത്ര വലിയ ആ മൺശേഖരം പൂർണ്ണമായും അവിടേക്ക് എത്തപ്പെട്ടു എന്നതാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും മണ്ണിൽ പൂണ്ട് കിടക്കുകയായിരിക്കും ലോറി എന്ന് ഉറപ്പാണ്. പക്ഷേ അതിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒരുപക്ഷെ അവർ വീണ്ടും ഡൈവിംഗ് സാധ്യമാക്കിയേക്കാം. അവിടുത്തെ സാഹചര്യങ്ങൾ വിശകലനം ചെയ്തേക്കാം. നമുക്ക് നിലവിൽ ഇവർ ദൗത്യസംഘം ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിനാൽ തന്നെ ദൗത്യസംഘത്തിൻ്റെ മൂവ്മെൻറ്റ് സംബന്ധിച്ച കൃത്യമായൊരു വിവരം അത് പങ്കുവയ്ക്കുക എളുപ്പമല്ല. കാരണം അവരുടെ മൂവ്മെൻറ്റ് സങ്കീർണമാണ്, പല സാധ്യതകളും പ്രയോജനപ്പെടുത്തും. ആ സാധ്യതകൾക്കൊടുവിൽ ഇന്നത്തെ ദൗത്യം ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത. ഒരുപക്ഷെ ഏറ്റവും ശുഭകരമായ നമ്മുടെ കാത്തിരിപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നമുക്കൊരു പക്ഷേ ഇന്ന് തന്നെ പങ്കുവയ്ക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. ആ ദൗത്യം ആ രീതിയിൽ പോവുകയാണ്. ഫൈബർ വള്ളത്തിലാണ് അവിടെ മത്സ്യത്തൊഴിലാളികൾ എത്തിയിരിക്കുന്നത്. അവരുടെ പരമ്പരാഗത വള്ളത്തിൽ അവിടെ എത്തിയാണ് അവർ മൺതിട്ടയ്ക്ക് സമീപം അവിടെ ആങ്കർ ചെയ്ത് അവിടെ കാത്തുനിന്ന് ആ പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുന്നത്. അതേസമയം നാവികസേന അംഗങ്ങളും അവർക്കൊപ്പം ആ സമീപത്തുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും വൈദഗ്ധ്യമുള്ള ആ മേഖലയെ അടുത്തറിയുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഇടപെടൽ തന്നെയാവും അവിടെ നിർണായകമാവുക. കാരണം മുൻകാലങ്ങളിലും പുഴകളുടെയും ഒക്കെ അടിത്തട്ടിലെത്തി നിരവധി രക്ഷാപ്രവർത്തനങ്ങളും ദൗത്യവും പൂർത്തീകരിച്ച നിരവധി അനുഭവങ്ങളുള്ളവരാണവർ. ആ ആത്മവിശ്വാസത്തെ തന്നെയാണ് അവർ ഈ പുഴയിലേക്ക് എത്തുന്നത്. ഒപ്പം അവിടുത്തെ അടിയൊഴുക്ക് സങ്കീർണമാണ്. അത് കരയിൽ നിന്ന് കാണുന്നത് പോലെയല്ല, അല്ലെങ്കിൽ പുഴയുടെ മേൽത്തട്ടിൽ നിന്ന് കാണുന്നത് പോലെയല്ല. അടിയിലേക്ക് ചെല്ലുന്തോറും കൂടുതൽ രൂക്ഷമായ അടിയൊഴുക്കാണ്. അതിനെ ശാസ്ത്രീയമായി വിശകലനം ചെയ്തവർ ഇങ്ങനെയാണ്. അതായത് നമ്മൾ കരയിൽ നിൽക്കുമ്പോൾ ഒരു 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ പ്രതിയോഗിക്കും എന്നതിന് സമാനമായ അവസ്ഥ ഈ പുഴയുടെ അടിയിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകും. അതായത് തൂത്തെറിയപ്പെടും, മീറ്ററുകളോളം പിന്നിലേക്ക് തൂത്തെറിയപ്പെടും. ഈ മുങ്ങിയെത്തുമ്പോൾ മലവെള്ളപ്പാച്ചിലിനിടയിൽ അവർക്ക് ഇത് ദൃശ്യമാവാൻ വിസിബിൾ ആകാനുള്ള സാധ്യത കുറവുണ്ട്. മറ്റൊന്ന്, ഈ പുഴയിലൂടെ ഒഴുകി വരുന്ന വലിയ ശക്തിയേറിയ മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതൊക്കെ ജീവൻ അപായപ്പെടുത്താൻ സാധ്യതയുള്ളവയാണ്. ഇതിന് പുറമെയാണ് ഈ പുഴയുടെ കുത്തൊഴുക്കിൽ അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ശ്രമിക്കും തോറും കൂടുതൽ പിന്നോട്ടേക്ക് തെറിച്ചു പോകുന്നുവെന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഒരുപക്ഷെ ഈ കരയിൽ നിൽക്കുന്ന ആളുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട്, അതായത് ദൂരസ്ഥലങ്ങളിലേക്ക് അവരെ പോവാതിരിക്കാൻ അവരെ അതിലേക്ക് ബന്ധിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു തിരച്ചിൽ നടപടിയോ മുങ്ങൽ നടപടിയൊക്കെ ആയിരിക്കും അവർ ലക്ഷ്യമിട്ടിട്ടുണ്ടാവുക. അത്തരം സാധ്യത നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഒരു പ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം അവിടെ ഒരുക്കുക എന്നത് ലക്ഷ്യമുണ്ടായിരുന്നു. ഇന്നത് ഒരുക്കുമെന്ന് കരുതിയെങ്കിലും അത് വൈകിപ്പോയി. ആ ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മുങ്ങൽ വിദഗ്ധർ വെള്ളത്തിലേക്ക് മുങ്ങിയാലും അവർ ഒഴുക്കിനെ അതിജീവിച്ച് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന മുകളിൽ നിന്നുള്ളൊരു സപ്പോർട്ട് അവർക്ക് ലഭ്യമാക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. സമാനമായ സാധ്യതകൾ തേടൽ ഇപ്പോൾ തന്നെ ഉണ്ടാവാം. എന്തായാലും ഈ മണൽത്തിട്ടയിലും അതിൻ്റെ പരിസരത്തുമുള്ളവർ സ്വാഭാവികമായും മുങ്ങുന്നവർക്ക് ഡൈവേഴ്സിന് സുരക്ഷ ഒരുക്കി നൽകുന്നുണ്ടാവും. അങ്ങനെ നമുക്ക് കരുതാം. ആ സാധ്യതകൾ മുന്നിൽ നിർത്തി തന്നെ വേണം നമുക്ക് ചിന്തിക്കാൻ. എന്തായാലും ആ തിരച്ചിൽ അതിൻ്റെ പ്രധാന ഘട്ടത്തിലാണ്. പുഴയുടെ മറുകരയിൽ നോക്കൂ, അവിടെ ആളുകൾ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് ഈ പുഴയുടെ വീതിയിൽ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഏകദേശം 250-നും 300 മീറ്ററിനും ഇടയിലാണ് ഈ പുഴയുടെ ഈ ഭാഗത്തെ വീതി എന്നാണ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഏറെക്കുറെ മധ്യഭാഗത്തായിട്ടാണ് ഇതിപ്പോൾ ഈ രക്ഷാദൗത്യം നടക്കുന്നത് എന്നതാണ്. അതായത് ഇരു കരകളിൽ നിന്നും ഏറെക്കുറെ സമാനമായ ദൂരത്താവണം ഈ രക്ഷാ ദൗത്യം ലോറിയെ കണ്ടെടുക്കാനുള്ള ശ്രമം നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. മിഷൻ അർജുൻ ഒരു വിജയത്തിലേക്ക് എത്തും. അർജുൻ എന്തുപറ്റി എന്നതിൽ ഒരു വ്യക്തതയുണ്ടാക്കാൻ നമുക്ക് കാത്തിരിക്കാം. ഇന്ന് ഈ 12-ാം നാൾ തൽക്കാലം കാലാവസ്ഥ അവിടെ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ആ നടപടികളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. ഉയർന്ന പ്രദേശങ്ങളിൽ കൂടുതൽ ഉറപ്പുള്ള സ്ഥലങ്ങളിൽ റോപ്പുകളും മറ്റും ബന്ധിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആ നീക്കങ്ങൾ അവർ നടത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയാണ്. ഏതായാലും മത്സ്യത്തൊഴിലാളികളുടെ സാന്നിധ്യം ഈ ദൗത്യത്തിന് ഒരു പുതിയ ഉണർവ് സംഭവിപ്പിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ ഏത് തരത്തിലും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഏതൊക്കെ തലത്തിൽ ഈ ദൗത്യം വിജയത്തിലെത്തിക്കാൻ സാധിക്കും. പ്രതികൂലമായ കാലാവസ്ഥ വലിയ വെല്ലുവിളിയാണ് എങ്കിൽ പോലും അവരും അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതനുസരിച്ചുള്ള നീക്കങ്ങളാണ് ഈ തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇവർ പലരും ഇത്തരം ദൗത്യങ്ങളിൽ നേരത്തെയും പങ്കെടുത്ത് ഏറെ പരിചയമുള്ള മത്സ്യത്തൊഴിലാളികളാണ് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും
അവരുടെ വരവ് ഒരു പ്രതീക്ഷ നൽകുന്നത്. ഇതുവരെയുള്ള ദൗത്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോഴും വലിയ തോതിൽ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു പുരോഗതി ഈ തെരച്ചിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അത്തരത്തിലാണ് കാര്യങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് ആ സ്പോട്ട് 4-ൽ സ്പോട്ട് 4-ൽ എത്തിക്കൊണ്ട് തന്നെ അവർ ഈ അതുമായി ബന്ധപ്പെട്ടുള്ള തെരച്ചിൽ, അതായത് ആ മൺകൂനയിലെത്തി ആ തെരച്ചിലിൽ പങ്കെടുക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്കൊപ്പം അവരവിടെ ബോട്ടുകൾ അവിടെ നങ്കൂരമിട്ടു. അതിനുശേഷം ഈ ചെളിവെള്ളത്തിലേക്ക് കുത്തൊഴുക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ ലോറി ഉണ്ടോ എന്നുള്ള പരിശോധനയ്ക്കായുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അത് ദൂരെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇതിന് 132 മീറ്റർ അകലെയാണ് ഈ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ദൃശ്യങ്ങൾക്ക് അത്ര വ്യക്തത ഉണ്ടാവില്ല. എങ്കിൽ പോലും ആ ദൃശ്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി ഏതാണ്ട് മനസ്സിലാകുന്നത് അവർ 2-3 പേര് ഇറങ്ങി നോക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ അവർ തിരിച്ചു കയറുന്നത് മറ്റൊന്നും കൊണ്ടല്ല, വലിയ ശക്തമായ ഒഴുക്ക്, അതിശക്തമായ ഒഴുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തുടരുന്നുണ്ട്. അത് 6.8 മുകളിലുള്ള ഒഴുക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അത് മനുഷ്യസാധ്യമല്ല അങ്ങനെ ഇറങ്ങുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എങ്കിലും അവർ ആ ലോറി ഒന്ന് കണ്ടെത്തുക എന്നുള്ള നിർണായകമായ നീക്കം തന്നെയാണ്. വിനേഷ് കുമാർ അവിടെ സംഭവ സ്ഥലത്ത് തൊട്ടടുത്ത്, ഈ ദൃശ്യങ്ങൾക്ക് തൊട്ടടുത്ത് അവിടെ ശിരൂരിലുണ്ട്. വിനേഷ്, എന്താണ് സംഭവിക്കുന്നത്? എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടോ? നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? രഞ്ജിത്ത്, അല്പസമയത്തിനകം തന്നെ നമ്മൾ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരും. കാരണം അവിടേക്കുള്ള ഒരു യാത്രയിലാണ്. എന്തായാലും നമുക്കതിന്റെ കൃത്യമായ ഒരു വിവരം അവിടെ നിന്ന് നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ അവരുടെ വളരെ ദുഷ്കരമാണ് ഈ ദൗത്യം. അതുകൊണ്ട് തന്നെ ഇത് ഈ ലോറിയുടെ അടുത്തേക്ക് അവർക്ക് ഇതുവരെയും എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം ഇവർ കൃത്യമായി ഡൈവിംഗ് നടത്തുന്നുണ്ട്. അതിനുശേഷം ഇവർക്ക് മറ്റ് ഇതൊന്നും കിട്ടുന്നില്ല. അതിനുശേഷം ഇവർ പൊങ്ങി വരികയാണ് ചെയ്യുന്നത്. പൊങ്ങി മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോറിയുടെ അടുത്തേക്ക് ഇത്രയും വൈദഗ്ധ്യം നേടി പല പ്രളയത്തിൽ ഉൾപ്പെടെ വലിയ രക്ഷാപ്രവർത്തനം നടത്തിയ സംഘമാണ്. എന്നിട്ട് പോലും അവർക്ക് അതിനകത്തേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ദൗത്യത്തെ നമ്മൾ കുറച്ച് കാണുകയോ ഒന്നുമല്ല. എങ്കിൽ പോലും അവർക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒന്ന് തുടരുക വിനേഷ്. AK അഷ്റഫ് MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ AK അഷ്റഫ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെങ്കിലും നൽകാനുണ്ടോ? ഞാനിവിടെ സ്പോട്ടിലാണുള്ളത്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ಊಟ ಮಾಡ್ಬೇಕು. ಎಲ್ಲಾದ್ರೂ ಸೈಡಲ್ಲಿ ಒಂದು ಊಟ ಮಾಡುವಂತ ಊಟ ಇದೆ ಅಲ್ಲ, ಇಲ್ಲಿ ಸೈಡಲ್ಲಿ ಮಾಡೋದು ಊಟ ಮಾಡುವಂತ. ಸ್ವಲ್ಪ ಎದುರಿಗೆ, ಯಾಕೆಂದ್ರೆ ಎಲ್ಲರ ಎದುರಲ್ಲಿ ಮಾಡ್ಲಿಕ್ಕೆ ಒಳ್ಳೇದಾಗುದಿಲ್ಲ ಅಂತ. അദ്ദേഹം ടെലിഫോൺ ലൈനില്ല. ദൗത്യത്തിന്റെ വലിയ തിരക്കിലാണ് AK അഷ്റഫ് MLA എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ആ സ്പോട്ടിലുണ്ട് അദ്ദേഹം. വിനേഷ്, തുടരാം. രഞ്ജിത്ത്, രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും സങ്കീർണമായതും ഏറ്റവും ദുഷ്കരമായ ഒരു ഘട്ടത്തിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും അവസാനത്ത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഇനി ഒരു വലിയ ദൗത്യം ഇതിന് മുമ്പിൽ ഏതാണുള്ളത് എന്നുള്ള ചോദ്യം അവശേഷിക്കും.